തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ശിഷ്യനും ഗുരുവും നടക്കാനിറങ്ങി. ശിഷ്യനെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുവാനായിട്ട് ഗുരു നടവഴിയിൽ മുന്നിൽ കാണുന്ന ചെളിവെള്ളം ചൂണ്ടിക്കാണിച്ച് നീ എന്ത് കാണുന്നുവെന്ന് ചോദിച്ചു. ശിഷ്യൻ ചെളിവെള്ളത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ചെളിവെള്ളം കാണുന്നു. ഗുരു ഉടനെ പറഞ്ഞു, നീ ഒന്നുകൂടി ശ്രദ്ധിച്ച് ധ്യാനപൂർവമായി നോക്കിയിട്ട് ഉത്തരം പറയുക. ശിഷ്യന് മനസ്സിലായി ഗുരു എന്തോ കൂടുതൽ ആഗ്രഹിക്കുന്നു. ചെളിവെള്ളത്തിന് മുമ്പിൽ കണ്ണടച്ച് ധ്യാനപൂർവം അല്പനേരം നിന്നിട്ട് കണ്ണു തുറന്ന് ചെളിവെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് ശിഷ്യൻ പറഞ്ഞു, ഞാനിപ്പോൾ ശാന്തസുന്ദരമായ നീലാകാശം കാണുന്നു. ഗുരുവിൻ്റെ മുഖത്ത് ചിരി പടർന്നു. ശിഷ്യന് താൻ ശരി ഉത്തരമാണല്ലോ പറഞ്ഞതെന്ന് ഓർത്ത് ഹൃദയത്തിൽ സന്തോഷമുണ്ടായി. പ്രിയമുള്ളവരെ, ചെളിവെള്ളത്തിൽ ശാന്തസുന്ദരമായ നീലാകാശം കാണണമെങ്കിൽ നല്ല ധ്യാനം തന്നെ വേണം. പ്രാർത്ഥനയിൽ ദൈവിക പദ്ധതിയുടെ തിരിച്ചറിവുണ്ടാകുന്നതാണ് ഈ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇതുപോലെ സഹനമാകുന്ന ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നല്ല ധ്യാനവും പ്രാർത്ഥനയും ഉള്ളപ്പോഴാണ് സഹനമാകുന്ന വെള്ളത്തിൽ സുന്ദരമായ സ്വർഗം കാണാൻ പറ്റുന്നത്. അങ്ങനെ കണ്ടവരാണ് അൽഫോൻസാമ്മയും നമ്മുടെ പ്രിയപ്പെട്ട അമ്മ ത്രേസ്യയും എല്ലാം. അവരുടെ ജീവിത കഥകൾ വായിക്കണം. അതുകൊണ്ടാണ് പ്രഭാഷകൻ 2:5 പറയുന്നത്, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിൻ്റെ ചൂളയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. നമ്മുടെ സഹനാനുഭവങ്ങളിൽ തിളങ്ങുന്ന സ്വർഗം കാണാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ.